ഇത് കുറേ നാളായില്ലേ നമ്മൾ എടുത്തിട്ട്, അതുകൊണ്ട് ഇങ്ങനെ കല്ലായി പോയി. ഞാനിങ്ങനെ എടുത്തിടാം. എന്തൊരു പാടിത്. ഇത് കുറച്ചേ ഉള്ളെന്ന് വന്ന്, ഇത് ഫുള്ളായാലല്ലേ നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റൂ. അത് കുഴപ്പമില്ല, എനിക്ക് ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഇനി നമുക്കിത് ഫുൾ ഇങ്ങനെ തട്ടിയിടാം. യു 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 അയ്യോ അയ്യോ, ഞാൻ വന്ന് വീണേ. ഗൗരി, ഇനി ഞാൻ കിടന്നുകൊണ്ട് ഇങ്ങനെ താന്ന് എന്റെ അടയാളം വരുമോന്ന് നോക്കാം. നമുക്ക് എന്റെ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ താന്ന് നോക്കാം. അയ്യോ ഗൗരി, അടിക്കല്ലേ. അയ്യോ 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 ഗൗരി, തല്ലി കൊല്ലോ. നീ എന്നെ തല്ലല്ലേ. നീയല്ലേ പറഞ്ഞത് പ്രസ് ചെയ്ത് അകത്തേറ്റാൻ. അതിനിങ്ങനെ തല്ലുകയാണോ വേണ്ടത്? അയ്യോ എന്റെ തലേ. അമ്മ, ഞാൻ എണീച്ച് നോക്കട്ടെ. ഗൗരി, എന്റെ അടയാളം ഫുൾ ഇവിടെ വീണത് കണ്ട. നല്ല രസമുണ്ട്. ഹായ്, ഈ കൈനറ്റിക് സാൻഡ് എവിടെ നീട്ടിയിടാ? എടാ, ഇത് പണ്ട് ഞങ്ങളുടെ കൊച്ചച്ഛ മേടിച്ചു തന്ന കൈനറ്റിക് സാൻഡ്, നിനക്ക് ഓർമ്മയില്ലേ? ഓ, അത് ഒരുപാട് വർഷമായല്ലോടാ. ഇത് എവിടെ നീട്ടിപ്പോ? അമ്മ കട്ടിന്റെ അടിയൊക്കെ ഒതുക്കിയപ്പോ അതിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് കൈനറ്റിക് സാൻഡ്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ഇത് എടുത്തോണ്ട് വന്ന് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് കളിക്കാം. നമ്മൾ എന്തൊരു കളി കളിക്കും? നമുക്ക് സാറ്റ് കളിച്ചാലാ? സാറ്റ് കളിയാ? കൈനറ്റിക് സാൻഡ് എടുത്ത് സാറ്റ് കളി കളിക്കാനാ? നീ എന്തുവാടേ? ഇനി അടുത്തത് എന്തുവാ? ഇതെന്ത് കളറാന്നറിയാമോ? ഗ്രീൻ. നെക്സ്റ്റ് ഇതെന്ത് കളറാ? ബ്ലൂ. നെക്സ്റ്റ് ഇതെന്ത് കളറാ? ഇതും ബ്ലൂ. ഇത് സ്കൈ ബ്ലൂ. ഇറ്റ്സ് എ സ്കൈ ബ്ലൂ. മാറിപ്പോവരുത് കേട്ടാ. ഏത് സ്കൈ ബ്ലൂ? ഇത് സ്കൈ ബ്ലൂ, ഇത് ബ്ലൂ. ഇതെന്ത് കളറാ? ഗ്രീൻ. യെസ്. നിങ്ങൾ എന്താ കളിക്കുന്നത്? ഞാനുണ്ട്. ഇതെന്തുവാ? ഇത് ലെഗ്. യെസ്. ഇതുപോലെ സാൻഡ് നിറയ്ക്കാം. ഡിം ജിം ജിം. ചിക് 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 ചിക്. ഇതുപോലെ നമ്മുടെ കൈനറ്റിക് സാൻഡ് നിറച്ചു കൊടുക്കാം. ജിം ജിം ജിം. ഈ സൈഡിൽ എല്ലാം ഇടുന്നുണ്ടല്ലോ. ഡിം ഡിം ഡിം. അയ്യോ
പിടിക്കും നോക്കിക്കോ. ഇതൊരു ഹൗസ് ആണ്. ഹൗസ് ഹൗസ് ഹൗസ്. കറക്റ്റ്, യു ആർ റൈറ്റ്. നല്ല രസമുണ്ടല്ലേ. നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി. ഇനി നമുക്ക് വേറെ സാധനം ഉണ്ടാക്കാം. ഇങ്ങനെ കൈനറ്റിക് സാൻഡ് ഫുൾ എടുത്ത് ഇങ്ങനെ ഫുള്ള് നിറച്ചു കൊടുക്കാം ഗ്ലാസ്സിൽ. എന്നിട്ട് നിക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുൾ ഇങ്ങനെ നിറച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ഭയങ്കര ഹൈറ്റിൽ വെച്ച് നോക്കാം. എത്ര ഹൈറ്റ് വരെ പോകുമെന്ന് അറിയാലോ. അതെങ്ങനെ ഗൗരി ഹൈറ്റിൽ വെക്കുന്ന എനിക്ക് കാണിച്ചു തരാം. എനിക്ക് കമത്താൻ പോവുക. കമത്തിക്കോ? ഓക്കേ. എടുക്കാൻ പോണു. അയ്യോ സൂപ്പർ അല്ലേ? അതെ. ഇനി ഒരെണ്ണം കൂടി ഇതിന്റെ മേളിൽ വെക്ക്. നീ ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ വലിയ വലിയ പീസാക്കി ഫുൾ വെക്കാനാണോ ഉദ്ദേശിക്കുന്നേ? അതെ അതെ. നമുക്ക് എത്ര എണ്ണം ഇതിന്റെ ടോപ്പിൽ വെക്കാൻ പറ്റും നമുക്ക് നോക്കാമല്ലോ. നൈസ് ഐഡിയ. അയ്യോ പൊളിഞ്ഞു പോയി ഗൗരി. അയ്യോ അതിനിപ്പോ പോട്ടെ. അതെടുത്ത് ഇതിന്റെ ഉള്ളിൽ വെക്ക്. നീ നല്ല കണക്ക് പ്രസ് ചെയ്യ്. ഞാൻ നല്ല കണക്കാ പ്രസ് ചെയ്തത്. ഷോ അയ്യോ ഇത് പോണേ. ഈ ശിവ എല്ലാം കൊളമാക്കും. ഞാൻ കൊളമാക്കിയതല്ല. ഫാസ്റ്റ്. അയ്യോ അത് പൊളിഞ്ഞു. അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇത് വർക്കിംഗ് അല്ല ഗൗരി. ഇതിങ്ങനെ നമുക്ക് വെക്കാൻ പറ്റൂല എന്നാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ വെക്കാൻ പറ്റും. നീ ഒന്നും കൂടെ ട്രൈ ചെയ്യ്. വെക്ക്. നല്ല പ്രസ്. കുറച്ച് ചോദ്യം ചോദിക്കാം. ഇതെന്ത് കളറാ? ഗ്രീൻ. ഓക്കെ. ഇതെന്ത് കളറാ? പിങ്ക്. യെസ്. ഇതെന്ത് കളറാ? യെല്ലോ. യെസ്. എന്നാ പറ ഇതെന്ത് കളറാ? റെഡ്. ഓക്കെ. ഇതെന്ത് കളറാ? ലൈറ്റ് ഗ്രീൻ. യെസ് ലൈറ്റ് ഗ്രീൻ. അപ്പൊ ഇതോ? ഇത് സ്കൈ ബ്ലൂ. യെസ്. അപ്പൊ ഇതോ? യെല്ലോ. യെസ്. അപ്പൊ ഇതോ? ക്രിസ്മസ് ട്രീ. ഇതിന്റെ കളർ പറസേ. ഇതിന്റെ കളർ പിങ്ക്. ഡാർക്ക് പിങ്ക്. യെസ് ഡാർക്ക് പിങ്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കളി അടിപൊളിയായിരുന്നു. നമുക്കിനി സ്കൂൾ തുറക്കുകയാണല്ലോ. നമുക്ക് ബുക്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പോണ്ടേ? യെസ്. അതിന് സ്കൂൾ തുറക്കാൻ എക്സാം കഴിഞ്ഞില്ലല്ലോ. എക്സാം കഴിയുമ്പോഴല്ലേ സ്കൂൾ തുറക്കുക. എന്തായാലും ഈ സ്കൂൾ തുറപ്പിന് എനിക്ക് പുതിയ ബുക്ക് ബാഗ് ഒക്കെ വാങ്ങണം. എനിക്കും മേടിക്കണം പുതിയ ബുക്കൊക്കെ. പനി ഒട്ടും കുറവില്ലല്ലോ. മറ്റന്നാ പരീക്ഷ തുടങ്ങല്ലേ. എനിക്ക് വയ്യ അമ്മേ. ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാം. വേണ്ട അമ്മേ. അമ്മ ഇവിടെ ഇരിക്കി. മോളെ നല്ല പനിയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അമ്മ ഞങ്ങൾ പോയി ഗൗരിക്ക് മരുന്ന് മേടിച്ചിട്ട് വരാം. അമ്മേ ഞാനും ചേട്ടായും പോയി മരുന്ന് മേടിച്ചിട്ട് വരാം അമ്മേ. ഒത്തിരി ദൂരമൊന്നുമില്ല. പക്ഷേ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോണം. നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, ഞങ്ങൾക്ക് വഴി തെറ്റത്തില്ല. അമ്മ വഴി പറഞ്ഞു തന്നാ മതി. ഞങ്ങൾ പോവാ അമ്മേ. പനി കുറയുന്നില്ല. അമ്മ ഞങ്ങൾ വഴി തെറ്റാതെ പോവാ അമ്മേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇടത്തോട്ട് ഒരു വഴി കാണാം. ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. എന്തോന്ന് ശരി? ഏതാ ഇടത്, ഏതാ വലത്? ഇത് ഇടത്, ഇത് വലത്. എന്തോന്നാ? ഇത് ഇടത്, ഇത് വലത്. ഏതാ ഇടത്? ഇത് ഇടത്, ഇത് വലത്. അതെ, ഇതാണ് ഇടത്. ശിവമോന്റെ ഇടതേതാ? ഇത്. മിടുക്കൻ. അപ്പൊ വലതേതാ? രണ്ടുപേരും കൈ പൊക്കിക്കേ. ഇത് ഇത്. അപ്പൊ ഇടത്തേക്ക് പോകാൻ പറഞ്ഞ ഇങ്ങോട്ട് പോവാം. അപ്പൊ വലത്തേക്ക് പോവാൻ പറഞ്ഞ ഇങ്ങോട്ട് പോവാം. ശരി. ഇനി കേട്ടോ, ആദ്യം നേരെ പോകുമ്പോ
ഇടത്തേക്കൊരു വഴിയുണ്ട്. അതിലൂടെ നേരെ പോകുമ്പോൾ വഴി രണ്ടായി പിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ പോകണം. മനസ്സിലായോ? വലത്തോട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ കുറച്ച് ദൂരം പോകുമ്പോൾ ആ വഴിയും രണ്ടായി പിരിയും. ഒരു വഴി നേരെ ഒരു കുന്നിലോട്ട് പോകും, മറ്റേ വഴി താഴെ പാടത്തേക്കും. താഴോട്ടുള്ള വഴിയിലൂടെയാ നിങ്ങൾ പോകേണ്ടത്. താഴേക്ക് കുറച്ച് ദൂരം നടന്നാൽ മതി, ആശുപത്രി എത്തി. മനസ്സിലായോ? പിന്നെ താഴോട്ടുള്ള വഴിയിലൂടെ പോയ ആശുപത്രിയായി. എന്നിട്ട് തിരികെ എങ്ങനെ വരും? അത് ഞങ്ങൾ പോയ വഴി കൂടെ തിരിച്ചു വരും. ശരിയാ. വണ്ടിയൊന്നും കൊണ്ടുപോകണ്ട, നടന്നു പോയിട്ട് വന്നാ മതി. ചെല്ല്. വലത്തോട്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? നമുക്കെന്നാ ആരോടെങ്കിലും ചോദിച്ചാലോ? ലാ 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 ലാ. മുയലച്ച ആശുപത്രിയിലേക്കുള്ള വഴി ഏതാ? ഇടത്തോട്ടോ വലത്തോട്ടോ? ദേ അവിടെ, ആ വലത്തോട്ട് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ വലത്തോട്ടാണെന്ന്. വാ നമുക്ക് പോവാം. ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേട്ടുള്ള വഴി. ദേ ആശുപത്രിയായി. അമ്മേ, എനിക്ക് കാല് നോവുന്നു. എന്നെ എടുക്കമ്മേ. ഇത്രയും വളർന്നിട്ട് നടക്കാൻ വയ്യ അല്ലേ? ബാ ബാ. അമ്മേ, ഇനി ഒരുപാട് സമയം പോണോ? അല്ല, ഈ കടയിൽ ഇപ്പൊ ആരുമില്ലേ? ഹലോ ഹലോ, ആരുമില്ലേ? ഹലോ. ഇനി എല്ലാരും അവരെ വീട്ടിൽ പോയി കാണുവോ അമ്മേ? ആ, കടയിൽ ആള് വന്നിട്ട് ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. ഗോപു, എടാ ഗോപു, എന്താ അമ്മേ? നിനക്ക് കടയിൽ ആള് വന്ന കാണാൻ വയ്യേ? ഈ ചെക്കൻ്റെ ഒരു കാര്യം, 24 മണിക്കൂർ ആ ഫോണിൽ നിന്ന് മാറരുത് കേട്ടോ. ഞാൻ കണ്ടില്ല അമ്മേ. ആളുണ്ടായിരുന്നു ഇവിടെ. എന്റെ പൊന്നു ചേച്ചി, എന്തോ പറയാനാ? ആളുണ്ടായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ചെറുക്കന് ഇപ്പോഴും ഫോണിൽ കളി തന്നെ. ഓ, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇത് തന്നെയാ. ഇങ്ങനെ പോയ ഈ നാട് എന്തായി തീരാനാ? എപ്പോഴും ഫോണിൽ കളിച്ച് ഓരോ അസുഖങ്ങൾ വരില്ലേ ചേച്ചി? അല്ല, ചേച്ചിക്ക് എന്താ വേണ്ടത്? മോൾക്ക് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അതെ, ഇവിടെ കുറേ ഷൂസ് ഇരിപ്പുണ്ട്. ദേ, ഇതൊക്കെ മോൾക്ക് അളവായിരിക്കും കേട്ടോ. സ്കൂളിലെ ഷൂ ആണോ ചേച്ചി? അതെ അതെ, ഇത് അളവായിരിക്കും. സ്കൂളിൽ പിന്നെ കളർ ഷൂ ഒന്നും അലൗഡ് അല്ലല്ലോ, അതുകൊണ്ട് വൈറ്റ് ഷൂ തന്നെ എടുക്കുന്നതായിരിക്കും ചേച്ചി ബെറ്റർ. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ദേ, ഗ്രീൻ ഷെയ്ഡാ, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, ഹാഷ് കളറ്, അങ്ങനെ കുറേ ടൈപ്പ് ഷൂസ് ഉണ്ട്. ആദ്യം കാണിച്ച വൈറ്റ് ഷൂ കൊള്ളാം. ഏതാ ചേച്ചി? ദേ, അത് നോക്കട്ടെ. ഏതാ മോളെ? ആ ഹാഷ് കളറിലെ ഷൂ. ഇതാണോ? അതെ. ഇട്ട് നോക്കും മോള്, കറക്റ്റ് ആണോന്ന് അറിയണ്ടേ? അളവൊന്ന് നോക്കിയേക്ക്. ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ചേരൂലാന്ന്. എനിക്ക് അളവായി. എനിക്ക് ഈ ഷൂ മതിയമ്മ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടമ്മേ. മോളെ ഗൗരി, നമുക്ക് സ്കൂൾ ഷൂ അല്ലേ വേണ്ടത്? ഇത് ഹാഷ് കളറിലെ ഷൂ അല്ലേ, സ്കൂളിൽ അലൗഡ് അല്ലല്ലോ. അതങ്ങ് ഊരി വെക്ക്, വൈറ്റ് ഷൂ ഇട്ട് നോക്ക്. വേണ്ട, എനിക്ക് ഈ ഷൂ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കിത് മതി മതി മതി. ഗൗരി, വാശി പിടിക്കരുത്. നല്ല കുട്ടികളുടെ സ്വഭാവമല്ലേ ഈ വാശി പിടിക്കുന്നത്. മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഷൂവും കൂടെ എടുക്കുക ചേച്ചി. എനിക്ക് ഈ ഒരു മോള് മാത്രമല്ല, വീട്ടിൽ 2-3 എണ്ണം വേറെയും ഉണ്ട്. എല്ലാവരുടെ കാര്യവും നോക്കണ്ടേ? വേണ്ട വേണ്ട, അത് ഊരി ഗൗരി. ഊര് 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 ഊര്. എനിക്ക് ഈ ഷൂ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗൗരി, വാശി പിടിക്കല്ലേ. നമ്മൾ എന്താ മേടിക്കാൻ വന്നത് അത് മാത്രം മേടിച്ചാൽ മതി. ആ വൈറ്റ് ഷൂ അങ്ങ് എടുക്ക്. ഇതിട്ട് നോക്ക്, സ്കൂൾ ഷൂ ആ.
ആ കറക്റ്റ് അളവ് ഇത് മതി. ഇത് എടുത്തോളൂ കേട്ടോ. ഗൗരി നല്ല അടി ഞാൻ തരും. കടയാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടല്ലോ. ദേ ആ ഹാഷു അങ്ങ് വെച്ച് കേട്ടോ. ഓക്കെ ചേച്ചി, വേറെന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ? അത് കമ്മലാ മോളെ. അതെ മോളെ. നോക്കിക്കോ. ബ്ലാക്ക് കളറിലെ മെറ്റലിലെ റിങ്. ഇത് പക്ഷെ എനിക്ക് ചേർന്നില്ലല്ലോ. എന്തോരം വലുതാ. ഇത് വലിയ ആനയ്ക്കും വല്ല ഇടുന്ന മോതിരാണെന്ന് തോന്നുന്നു. എത്ര പഠിക്കാ മോള്? ഞാന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ആഹാ, ഏത് സ്കൂളാ? ഞാൻ വിദ്യാരംഭം. ഹായ്, നല്ല കമ്മല്. ഇതെന്താ റേറ്റ്? അത് 80 രൂപയാ ചേച്ചി. അങ്ങ് വെച്ചേക്ക്. എടുക്കുന്നോ ചേച്ചി? ഇത്രയും വിലയുടെ ഒന്നും വേണ്ട. അത് വലിയ വിലയൊന്നും അല്ല. എടുക്കുക ചേച്ചി, ചേച്ചിക്ക് നല്ലതായിട്ട് ചേരും. വേണ്ട, കുഴപ്പമില്ല. വേറെന്തെങ്കിലും എടുക്കുന്നോ ചേച്ചി? ഞാൻ നോക്കട്ടെ. ഹായ്, നല്ല കമ്മല്. അയ്യോ, ചെടിച്ചിട്ട് ഇപ്പൊ വീണേനെ. അമ്മേ, അമ്മേ. ഓ, ദേ കമ്മല് നോക്ക്. ഇത് അമ്മയ്ക്ക് നല്ല സൂപ്പർ ആയിട്ട് ചേരും. ഇത് എടുക്കുന്ന അമ്മേ. വേണ്ട വേണ്ട, അങ്ങ് വെച്ചേക്ക്. ഇത് എത്രയാ ആന്റി? അത് 90 മോളെ. വെച്ചേക്ക്. വേണ്ട വേണ്ട വേണ്ട. എന്നാ കുറച്ചും കൂടെ റേറ്റ് പറഞ്ഞു നോക്കാം. ഹായ്, പിങ്ക് കളറിൽ നല്ല രസമുണ്ട്. ഇതെന്താ ആന്റി, ഇതിന്റെ വില എത്രയാ? അത് 60 രൂപ മോളെ. അമ്മ ഇതെടുക്കമ്മേ, എനിക്ക് നല്ല കണക്ക് ചേരുന്നുണ്ട്. ഞാനും ഇടാലോ. അവിടെ വെക്ക് ഗൗരി മോളെ. അതൊന്നും വേണ്ട. ഈ അമ്മ എന്താ എന്തെടുത്താലും വേണ്ട. ഇതെടുക്കമ്മേ, നല്ല രസമുണ്ട്. കൊച്ചി അമ്മയില്. അപ്പൊ എനിക്ക് വിടാം. അവിടെ വെക്ക് ഗൗരി മോളെ. ഹായ്, ഇതെന്താ കമ്മലാണോ ആന്റി? അതെ മോളെ. വാവ്, ഇതെന്തോ വലിയ കമ്മലാ. ഇതൊക്കെ ആളുകൾ ഇടും ആന്റി? പിന്നെ അമ്മേ, അമ്മയ്ക്ക് ക്ലിപ്പ് അല്ലേ വേണ്ടത്? ദാ കിടക്കുന്ന ക്ലിപ്പ്. ഇതെടുക്കട്ടെ അമ്മേ? എനിക്ക് ആ ക്ലിപ്പ് ഒരെണ്ണം വേണമായിരുന്നു കേട്ടോ. എടാ ഗോപു, ദേ ആ ക്ലിപ്പിൽ നിന്ന് ഒരെണ്ണം ഇങ്ങ് എടുത്തേക്ക്. ആമേ. ഏത് കളറാ ചേച്ചി വേണ്ടത്? ആ യെല്ലോ കളർ മതി. ഇതല്ലേ? അതെ. ഗൗരി മോളെ, ഇനി ആ ഷൂ അങ്ങ് അഴുക്കി. എന്റെ ഗൗരി മോളെ, അത് സ്കൂളിൽ പോകുമ്പോ ഇടാനല്ലേ. ബില്ലടിക്കണം. അത് നൂര്. ക്ലിപ്പും ഷൂവും മാത്രമേ എടുത്തോളൂ ചേച്ചി, വേറൊന്നും വേണ്ടായോ? ഏതാ ഈ പൊട്ടാണോ ചേച്ചി ചോദിച്ചത്? അത് കുറച്ച് വലുതാണെന്ന് തോന്നല്ലോ. കുറച്ചും കൂടി ചെറുത് കിട്ടൂ. അതിനെന്താ ചേച്ചി? അല്ലെങ്കിൽ ചേച്ചിക്ക് വലിയ പൊട്ടാ ചേച്ചി ചേരുന്നത്. എന്തായാലും ചേച്ചി ഇതൊന്ന് നോക്ക്. ചെറിയ പൊട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാലും ഇതൊന്ന് നോക്ക് ചേച്ചി. ഞാൻ ദേ ഇതൊന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കാണിച്ചു തരാം. വേണ്ട, അത് എടുക്കണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ചേച്ചി? ഇതൊന്ന് ഇട്ട് നോക്ക്, എന്നാലല്ലേ അറിയുള്ളൂ. ഞാൻ ദേ ഇപ്പം എടുത്തു തരാം. ഈ ഗ്രീൻ പൊട്ട് ചേച്ചിക്ക് നന്നായിട്ട് ചേരും. ഇതൊന്ന് ഇട്ട് നോക്കിയേ. ഒയ്യോ, ഇത് വലിയ പൊട്ടാന്ന് തോന്നല്ലോ. എൻ്റെ മുഖത്തിനേക്കായി വലിയ പൊട്ട്. ഇത് വേണ്ട കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല ചേച്ചി. ഇതിൻ്റെ വേറെ ഒരുപാട് സൈസ് പൊട്ടുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതങ്ങ് നമുക്കങ്ങ് തിരിച്ചു വെച്ചേക്കാം. ഏതേ ഈ മോഡൽ വേണോ ചേച്ചി? അത് വേണ്ട. ഇത് വേണോ കറുത്ത പൊട്ട്? അതെൻ്റെ കയ്യിലുള്ളതാ. വേറെ ദേ ഈ പൊട്ട് വേണോ കളർഫുള്ളായിട്ടുള്ള? ഈ ക്ലിപ്പ് അങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം, അപ്പം നന്നായിട്ട് കാണാം. ഇത് കണ്ടോ, ഒരുപാട് കളേഴ്സ് ഉണ്ട് ചേച്ചി. ഇപ്പം കണ്ടതിൻ്റെ വേറൊരു മോഡലായിട്ട് വരും. അത് വേണ്ട, എനിക്കിഷ്ടമായില്ല. വേണ്ടെങ്കിൽ വേണ്ടതേ ഈ സൈസൊക്കെ വേണോ ചേച്ചി? അത് വേണ്ട, അതും എനിക്കത്ര ഇഷ്ടമില്ല. ദേ ഇത് ഏതെങ്കിലും വേണമെന്ന് നോക്ക്. കണ്ട, ഇതെല്ലാം കളർഫുള്ളായിട്ടുള്ള പൊട്ടുകൾ തന്നെയാണ്. കുറച്ച് ചെറുതുവാ, ചേച്ചിക്ക് ചേരുമെന്ന് തോന്നുന്നു. ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചു തരാം, എന്നാലേ അറിയുള്ളൂ. ദേ ഈ പൊട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ദേ ഇത് നിറയെ കുറേ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്, വൈറ്റ് സ്റ്റോൺസേ. ചേച്ചിക്ക് നല്ല ചേരും. അതിൻ്റെ മുകളിലുള്ള ഏത് ഇതാണോ? അത് ഞാൻ ദേ എടുത്ത് കാണിച്ചു തരാം ചേച്ചി. ആദ്യം ചേച്ചി ദേ ഇതൊന്ന് ഇട്ട് നോക്ക്. ഈ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നോക്കട്ടെ. ഇത് കുഴപ്പമില്ലല്ലേ? കൊള്ളാം ചേച്ചി, നന്നായിട്ടുണ്ട്. ചേച്ചിക്ക് സൂപ്പറാ. അല്ലെങ്കിൽ മറ്റേ പൊട്ട് നോക്കട്ടെ. ഇതങ്ങ് വെച്ചേക്ക്. ഏതാ ചേച്ചി? അതിന് മുന്നേ ഒരെണ്ണം എടുത്തില്ലേ? ഇതാണോ? അത് തന്നെ. ഇത് നല്ലതാ ചേച്ചി. ഇതിൽ കുറേ കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് നാൾ ഉപയോഗിക്കാം. ദേ ഇതാകുമ്പോൾ ചേച്ചിയുടെ കുഞ്ഞു പൊട്ട്
ചേച്ചി കുറേ അന്വേഷിച്ചില്ലേ, ഇതിൻ്റെ താഴെ ആ ഒരു സ്റ്റോണും ഉണ്ട്. ഇതൊന്ന് ഇട്ട് നോക്ക്, നോക്കട്ടെ. ആ, ഇത് കൊള്ളാം ചേച്ചി, ചേച്ചിക്ക് സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പം ചേച്ചിയെ കാണാൻ. കൊള്ളാമല്ലേ? ഇത് കറക്റ്റ് അളവാന്ന് തോന്നുന്നു. അപ്പം ഇത് ഫിക്സ്. അപ്പം ഷൂ എടുത്ത്, ക്ലിപ്പ് എടുത്ത്, പൊട്ടും എടുത്ത്, ദേ ഈ മാലയൊന്ന് ഇട്ട് നോക്കിയാട്ടെ. അയ്യോ, മാലയൊന്നും വേണ്ട, ഒന്ന് നോക്കെൻ്റെ ചേച്ചി എങ്ങനെ ഉണ്ടെന്നറിയാലോ. ഓ, എൻ്റെ പൊന്നി ചേച്ചി സൂപ്പറായിട്ടുണ്ട്. ചേച്ചിക്ക് ആ കളർ നന്നായിട്ട് ചേരുന്നു. അതെടുക്ക്. ദേ ഈ ബാഗും കൂടെ പിടിച്ചാട്ടെ. ബാഗൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ചേച്ചി ഒന്ന് നോക്കിയാട്ടെ. ആ ബാഗും ആ ഒരു മാലയും എല്ലാം കൂടെ ചേച്ചിക്ക് നല്ല ചേർച്ച. ഇതൊക്കെ അങ്ങ് വെച്ചേക്ക്, ഇതൊന്നും വേണ്ട. എടുക്ക് ചേച്ചി, എപ്പോഴൊന്നും മേടിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഈ കമ്മലൊന്ന് നോക്കിയേ, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കേ. അത് വേണ്ട, അത് 90 രൂപയെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം ചേച്ചി ഇതൊന്ന് ഇട്ട് നോക്ക്, എങ്ങനെ ഉണ്ടെന്നറിയാലോ. അത് ദേ ഈ കമ്മലും കൂടെ അങ്ങ് ഇട്ടാട്ടെ. ഓ, എൻ്റെ പൊന്ന് ചേച്ചി, ചേച്ചിക്ക് ഇത് ഭയങ്കര മാച്ചായിട്ടുണ്ട്. ഈ ചേച്ചി ഇതെന്തായാലും ഈ കമ്മൽ എടുത്തേ പറ്റൂ. അതങ്ങ് എടുത്തേക്ക്. അയ്യോ, എൻ്റെ അടുത്ത് ഇത്ര കാശൊന്നും ഇല്ല ചേച്ചി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. നിങ്ങളത് എടുത്തോ, നമുക്ക് വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദേ ഇത്രയും സാധനം കൂടെ എടുക്ക്, ഞാനൊരു വില ഇട്ട് അങ്ങ് തരാം. എന്താ പറയുന്നു? വേണ്ട വേണ്ട, ഇത്ര സാധനമൊന്നും വേണ്ട. എന്തായാലും ചേച്ചി ഈ ഒരു കമ്മലും കൂടെ എടുത്തേ പറ്റൂ. ഇത് ഇത്ര എടുക്കട്ടെ ചേച്ചി? ആ മതി, ഇനി ബില്ലിട്ടോ. വേറൊന്നും എടുക്കുന്നില്ലേ? മതി മതി മതി, ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. ബില്ലിട്ടോ. അമ്മേ അമ്മേ, അമ്മയ്ക്ക് ക്ലിപ്പ് വേണോ ഇനി? വേണ്ട മോളെ, ഇങ്ങ് ഇറങ്ങി വാ, എനിക്ക് മതി, ഞാൻ എല്ലാം എടുത്തു. അമ്മേ, എനിക്ക് ആ ഷൂ കൂടെ എടുത്തു തരുമോ? അമ്മേ അമ്മേ, അമ്മ ഈ കമ്മൽ എടുത്തോ? അമ്മ പൊട്ടൊക്കെ എടുത്തോ? ഈ പൊട്ട എനിക്കും ചേരുമല്ലോ അമ്മേ. ആ ചേരും ചേരും, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. എനിക്ക് ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടില്ലേ അമ്മേ? കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. മതി മതി, ബില്ല് ഇട്ടോ കേട്ടോ. ആ ചേച്ചി, ഞാൻ ദേ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. മാല 60 രൂപയായി ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടിയിട്ട് 700 രൂപയായി ചേച്ചി. ഓ, 700 രൂപയാ ഇന്ന്. ആ ഓക്കെ ചേച്ചി, ഇനിയും വരണേ. ആ ആ, ബാ മോളെ. ഇന്നത്തെ കച്ചവടം എന്തായാലും പൊടി പൊടിച്ചു. നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ചെയ്യുന്നേന്ന്. ഞാനും ഗൗരിയും ഷോപ്പിൽ പോയി ഒരു പ്രധാന സാധനം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ചാ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. ഗൗരി, കമോൺ കമോൺ. ശിവ, അതെടുത്തിട്ട് വാ. ഓക്കേ ഗൗരി, ഇനി നമുക്ക് ഇതിനുള്ളിൽ ഈ വാട്ടർ ഡ്രോപ്പ് ഉണ്ടാക്കുന്ന സാധനം ഒന്ന് നോക്കിയാലോ. അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഹായ്, ഇത് എന്താണ് ശിവ? ഇതാണ് നാനോ ടേപ്പ്. നാനോ ടേപ്പ്? യെസ്. പിന്നെ നമുക്ക് ഇത് വേണം, ഒരു ഗ്ലാസ് വേണം, പിന്നെ നമുക്ക് വെള്ളം വേണം. ശിവ, നീ എന്താ ചെയ്യാൻ വേണ്ടിട്ട് പോണത്? ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് പോണത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേപ്സ്. ഗ്രേപ്സിന്റെ കളർ എന്തുവാ? പർപ്പിൾ. യെസ്. അപ്പൊ പർപ്പിൾ കളർ കിട്ടാൻ നമുക്ക് കുറച്ച് ബ്ലൂ കളറിലേക്ക് റെഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് പറ്റി ശിവ? അപ്പൊ നമുക്ക് പർപ്പിൾ കളർ കിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ച് മുന്തിരി ഉണ്ടാക്കാം. വൗ, സൂപ്പർ ശിവ. കൊക്കമ്മാവ കൊക്കമ്മാവ, ഇതൊന്ന് മിക്സ് ചെയ്ത് തരുമോ കൊക്കമ്മാവ? യെസ്, ഷുവർ ഷുവർ. നല്ല കൊക്കമ്മാവൻ. മിക്സ് 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 മിക്സ്. ദേ പർപ്പിൾ കളർ ആയിട്ടുണ്ട്. ഗ്ലാസ്സിലായോണ്ടാ നിങ്ങൾക്ക് കറുപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. താങ്ക് യു കൊക്കമ്മാവ. You are almost welcome. Bye bye. ബൈ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നാനോ ടേപ്പ്. ഇത് ഭയങ്കര നല്ല രസമാണ് ഇത് കാണാൻ, നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്. നമുക്ക് ആദ്യം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇത് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. കുട്ടികളൊക്കെ കത്രികയൊന്നും വെച്ച് കളിക്കരുത്. പാരൻസിന്റെ കൂടെ മാത്രമേ ഇതൊക്കെ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. കുട്ടികളെല്ലാരും, നല്ല കുട്ടികളെല്ലാരും അങ്ങനെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ല.
പിന്നെ നമ്മളിത് ഈ കളറ് ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ടേപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അയ്യോ അയ്യോ ഇതെല്ലാം തെറിച്ചു പോണ്. ഇതിങ്ങനെ അയ്യോ ശിവ നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് ബബിൾ പോലൊന്നും ആയില്ലല്ലേ, മൊത്തം കളറായി, അവിടെ ഫുള്ള് കളറായി. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. ദേ ഇതിന്റെ അകത്ത് ദേ ഇതുപോലെ വന്ന് ഇനിയിപ്പോൾ എന്തോ ചെയ്യും? നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇത് ചെയ്യുന്നത്. നമുക്ക് ഈ സ്റ്റിക്കറിന്റെ മേളിലുള്ള ഇതൊന്ന് ഇളക്കി നോക്കാം. അയ്യോ അത് ഫുൾ ഒട്ടിപ്പിടിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ ഒട്ടിപ്പിടിക്കുന്നത്? അപ്പം നമ്മൾ എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇത് ഫില്ല് ചെയ്യും? അയ്യോ അപ്പം ഇതിങ്ങനൊന്നും അല്ലേ. നിനക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തിനാ ശിവ ഇതൊക്കെ ചെയ്യുന്നത്? അതെനിക്ക് അറിയത്തില്ല. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോറി ഗൗരി, ഇതിങ്ങനൊന്നും ആവുന്നില്ല. ഇനിയിപ്പൊ നമുക്ക് എന്തോ ചെയ്യും? എനിക്ക് സങ്കടം വരുന്നു. നിങ്ങൾ എല്ലാരും എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം ഇതിൽ എങ്ങനെ ഇത് നമ്മളെ വാട്ടർ ഡ്രോപ്പ് വാട്ടർ ആക്കുന്നതിന്. എല്ലാരും വാ, കമോൺ കമോൺ കമോൺ, എല്ലാരും വാ, നമുക്ക് നോക്കാം. ആദ്യം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മേളിലുള്ള ആ സ്റ്റിക്കർ അങ്ങ് ഇതുപോലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൈപ്പിന്റെ അടുത്ത് വന്നിട്ട് നല്ലതാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ നമുക്കിത് വാട്ടർ ബബിൾസ് ആയിട്ട് കിട്ടും. അയ്യോ ഗൗരി, ഞങ്ങളുടെ എല്ലാം ദേഹത്ത് വെള്ളം വീഴുന്നു. നീ നല്ല അണക്കൊട്ടിക്ക് സൈഡിൽ നിന്ന് മേളിൽ നിന്നും എല്ലാം പോണ്. അയ്യോ ഇതിപ്പോ എങ്ങനെയാ? നിൽക്കുന്നില്ലല്ലോ. ഇത് ഒട്ടിച്ചു കൊടുക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. അയ്യോ എന്റെ ദേഹത്തെല്ലാം വെള്ളം വീഴുന്നു ഗൗരി. നീ അത് പൈപ്പ് ഓഫ് ചെയ്യ്. ഇങ്ങനൊന്നും അല്ലാന്ന് തോന്നുന്നു. നമുക്ക് വേറൊരു സ്റ്റിക്കർ ഒട്ടിച്ച് നോക്കാം. ഇനി നമുക്ക് ഈ മേളത്തെ സ്റ്റിക്കർ. ഉയ്യോ എന്തൊരു ക്യൂട്ടാ ഇത് കാണാനായിട്ട്. ഉയ്യോ ഇത്രയും വലുതാവോ? വൗ അമേസിംഗ്. ഇതെങ്ങനെയാ പുറത്തെടുക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അയ്യോ ഇതെല്ലാം താന്നു പോണേ. ഗൗരി നീ സൂക്ഷിച്ച് ചെയ്യ. അങ്ങനെ അടക്കി അടക്കി. അയ്യോ അതെല്ലാം ചെറുതായി ഗൗരി. അത് നല്ല ഒട്ടിച്ചു കൊടുക്ക്. എന്നിട്ട് എടുക്ക് എടുക്ക് എടുക്ക്. സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതിയടാ. അപ്പൊ ഇതുപോലെ നല്ല ഇണക്കിരിക്കും. അയ്യോ ഇത് നല്ല രസമുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരന് വേഗം ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേ. ഹായ്. എക്സസൈസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഇങ്ങനെ ബാലൻസ് കിടക്കൂലേ, അത് നമുക്ക് കട്ട് ചെയ്യാം. അയ്യോ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന കട്ട് ചെയ്യാൻ? കുഴപ്പമില്ല, ഇത് വെള്ളത്തിൽ ഒട്ട് ഇത് കണ്ടോ നല്ല അണക്കിരിക്കുന്ന. ഇത് നമുക്ക് വേറെ ഒരു വലുതുണ്ടാക്കി നോക്കാം. സൂപ്പർ ശിവ, എന്തൊരു ക്യൂട്ടാ ഇത് കാണാൻ. അങ്ങനെ തന്നെ കറക്കി എടുക്കണമെന്ന് തോന്നുന്നു. അയ്യോ അതും പോയി. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞാനൊരു സ്റ്റിക്കർ. സൂപ്പർ, കറക്കി കറക്കി പുറത്തെടുക്കണം. ഇങ്ങനെയാ ഇതിന്റെ ട്രിക്ക് ഗൗരി. ഐ സീ. സൂപ്പർ ശിവ, നല്ല ബിഗ് സൈസ് ഉണ്ടാക്കി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓ ഇത് കാണാൻ തന്നെ എന്തൊരു രസമാ. അയ്യോ വാട്ടർ ബബിൾ. നല്ല രസം. ഇത് ഉണ്ടാക്കാൻ കുറെ സമയമൊക്കെ എടുക്കും. എന്നാലും നമ്മൾ ആ ട്രിക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ഇഷ്ടപ്പെട്ട എത്ര കൂട്ടുകാരുണ്ട്? ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അത് പൊട്ടിപ്പോവോ ഗൗരി? ഇവിടെ എല്ലാം വെള്ളമായ അമ്മേട്ടേന്ന് നമുക്ക് തല്ല് കിട്ടും. ഇത് പൊട്ടിപ്പോകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാ. അയ്യോ ശിവ, ഇവിടെ എല്ലാം കളർ പറ്റിയിരിക്കുക. അമ്മേട്ടയിൽ നിന്ന് നല്ല തല്ല് കിട്ടും. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത്തിരി നേരം കളിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കാം. നല്ല കുട്ടികൾ അങ്ങനെയാ. ഈ നാല് ടേപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയാൽ ഈ ടേപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആവശ്യമുള്ളവർ മേടിക്കുക. എന്നാലും ഇത് എന്തൊരു ക്യൂട്ടാ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ട്രാൻസ്പെറന്റ് ആണ്. വാവ് അമേസിംഗ്. എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു.
നല്ല രസമുണ്ട്.